ഫ്രണ്ട്സ് നീ വെയിലടിക്കുന്നുണ്ടോ? ഇപ്പം സമയം 9:03. അപ്പൊ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. എന്നിട്ട് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ? രാവിലെ എനിക്ക് ഫസ്റ്റ് ഞാൻ നോക്കി ചെയ്യും. വേറൊരു കാര്യം പറയാട്ടോ, ഒരുപാട് എന്നോട് ചോദിക്കുന്നതിന്റെ മുടി എന്താ ഭയങ്കര അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ടല്ലോ എങ്ങനെയാണ്? സീരിയസ്ലി ഞാനൊരു 8 മാസം മുന്നേ ബോട്ടോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് മുടി ഒട്ടും കെയർ ചെയ്യാണ്ടിരുന്നാല് ഇതുപോലെയാവും. നേരത്തെ എന്റെ ഹെയർ എന്നെ അറിയാവുന്നവർക്കറിയാം, നല്ല കെയർ ഹെയർ ആയിരുന്നു. അപ്പം ബോട്ടോക്സ് ചെയ്ത് ഭയങ്കര സ്ട്രൈറ്റ് പോലെ ആയി. പിന്നെ ഞാൻ കെയർ ചെയ്യാണ്ടായപ്പോൾ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഫേസ് വാഷ് ഇട്ട് ഫേസ് ഒന്നും. പിന്നെ അതുപോലെ ഒരുപാട് അറിയാവുന്നവർ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ നേരത്തേക്കാൾ നന്നായിട്ട് ബ്രൈറ്റനായിട്ടുണ്ട്. അതിന്റെ രഹസ്യം എന്താണെന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. പക്ഷേ സീരിയസ്ലി ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും യൂസ് ചെയ്യാറില്ല. നമ്മുടെ ഹിമാലയയുടെ എന്താ സ്ട്രോബെറി ഫേസ് വാഷ് ഇട്ട് ഫേസ് വാഷ് ചെയ്യും, അത്രേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് ബ്രൈറ്റനിങ് ക്രീംസോ അങ്ങനെ ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഫേസ് വാഷ് ചെയ്തു. അപ്പോൾ കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. ഫ്രഷ് ഒക്കെ ചെയ്ത് ഈ ഒരു പാടിനെ പറ്റി കയ്യിലെ പാടിനെ പറ്റി ഒരുപാട് പേര് ചോദിക്കുന്നത്. ജസ്റ്റ് ഒരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. കുറച്ച് വലിയ ആക്സിഡന്റ് ഒന്നും പട്ടി കൊണ്ടൊന്ന് ഇടിച്ചു, ഞാനൊന്ന് വീണു. അവിടെ ഇവിടേക്ക് ഒന്ന് കുട്ടി സ്ക്രാച്ച് വന്നിട്ട് പാതൊക്കെ ഉണ്ട്. അപ്പൊ ഒന്ന് റെഡി ആയിട്ട് കാണാം. അപ്പൊ ഈ ഒരു ജിമത്തെ കമലൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഇന്നത്തെ രാവിലത്തെ പോകാനുള്ളത് റെഡി ആയി കഴിഞ്ഞു. ഞാനങ്ങനെ ഇന്നത്തെ കമലൊന്നും ഇടാറില്ല. ഇത് വീഡിയോ ഒക്കെ ചെയ്യുന്നില്ലേ, കുറച്ച് ഭംഗിയായിട്ട് വെച്ചു. എന്നിട്ട് ആ മുടിയൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കഴിഞ്ഞാൽ ഫുൾ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അങ്ങനെ മേക്കപ്പ് ഒന്നും ഇല്ല. ഒരുപാട് പേര് ചോദിക്കുന്നതാണ് മേക്കപ്പ് ഒന്നും ചെയ്തിട്ട് നല്ലതാണ്. ലിപ്സ്റ്റിക് ഇടും, ലിപ് ബാം ഇടും, അത്രേ ഉള്ളൂ. ഷോപ്പിൽ ചെന്നിട്ട് കാണാം. പിന്നെ കുറച്ച് സംശയമാണ് വണ്ടി ഞാൻ വിട്ടോ. എനിക്ക് പേടിയാണ് ആക്ച്വലി വണ്ടി എപ്പോഴും എടുക്കാത്തത്. അപ്പൊ നമ്മൾ ഷോപ്പിലെത്തി, നമ്മുടെ ഇൻഷാ ഡിസൈൻസിൽ എത്തിയിട്ടുണ്ട് രാവിലെ. അപ്പൊ കറക്റ്റ് ടൈം 10:01. അപ്പൊ 10:01 ആയപ്പോ ഞാൻ ഇൻഷാ ഡിസൈൻസിലെത്തി, ഷോപ്പ് ഓപ്പൺ ചെയ്തു. നമുക്ക് ഇവിടെ ഷോപ്പിലൊരു ചേച്ചിയുണ്ട്, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എത്തും. ചേച്ചി ഇവിടെ എത്തുമ്പോഴത്തേക്കും ഞാനപ്പോൾ റിസോർട്ടിലേക്ക് പോകും. ആലപ്പുഴയിൽ തന്നെ റിസോർട്ടും റൺ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടുമാണ് നിലവിൽ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് പേർക്ക്, പ്രത്യേകിച്ച് നാട്ടിലുള്ള കുറച്ച് പേർക്ക് ഒക്കെ സംശയമുണ്ട് എന്താണ് ആലപ്പുഴയിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പം ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കുന്ന താമസിക്കുന്ന ഒരു വുമൺ ഈ ചോദ്യങ്ങൾക്കൊന്നും ആൻസർ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ എല്ലാവരും ഇതൊക്കെ ഒന്ന് അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീണ്ടും വീഡിയോസ് ചെയ്യാം എന്ന് തീരുമാനിച്ചത്. അപ്പൊ ഈ ഡ്രസ്സ് നമ്മുടെ ഇൻഷയുടെ ഡ്രസ്സ് തന്നെയാണ്. 650 ഇതിന്റെ റേറ്റ്. ഇതിന്റെ 3-4 കളർ ഷെയ്ഡും കൂടെ അവൈലബിൾ ആണ്. അപ്പൊ ഞാൻ അതൊന്നും കാണിക്കുന്നില്ല ഓൺലൈനായിട്ട്, കാരണം